നിഖിൽ സാറ് ഇങ്ങനെ എന്നോട് പറഞ്ഞ് നിന്നെ കാണാൻ യമാലിൻ്റെ വിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുട്ബോൾ പ്ലെയർ ആരാണ്? മെസ്സി. അവരൊന്ന് പറഞ്ഞ് ഞാനങ്ങനെ നിന്നിട്ട് അങ്ങനെ വീഡിയോ റീച്ച് ആയത്. പെട്ടെന്ന് ഫോളോവേഴ്സ് കൂടിയുണ്ട്, അങ്ങനെ എന്തോ ഒരു പ്രശ്നം വരും. കഴിഞ്ഞ 2 ദിവസമായി ഇൻസ്റ്റഗ്രാം കത്തിക്കുന്നത് കൊല്ലത്തുള്ള യാമിൻ ലമാൽ എന്ന ഒരാളാണ്. നമുക്കറിയാം, കഴിഞ്ഞ ലോകകപ്പ് കഴിഞ്ഞിട്ട് മാസങ്ങളായിട്ടുള്ളൂ. ആ ലോകകപ്പിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച ആളായിരുന്നു യാമിൻ ലമാൽ, സ്പെയിനിൻ്റെ. ആ യാമിൻ ലമാനോട് മുഖസാദൃശ്യമുള്ള ഒരാൾ ഇവിടെ കൊല്ലത്തുണ്ട്. നമ്മൾ അദ്ദേഹത്തെ, ആ പ്ലെയറെ, അദ്ദേഹം ഫുട്ബോൾ പ്ലെയറും കൂടിയാണ്, അദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. പ്രേക്ഷകർക്കായി നമ്മൾ കൊല്ലത്തുള്ള യാമിൻ ലമാനെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ വൈറലായിട്ടുണ്ടല്ലോ, അതൊക്കെ അറിഞ്ഞിട്ടുണ്ടോ? ആരത് വൈറലാക്കിയത്? ഇൻസ്പയറിൽ ഓണപ്പരിപാടിക്കിടയ്ക്ക്, ഞാൻ പഠിക്കുന്ന ട്യൂഷനിൽ ഓണപ്പരിപാടിക്കിടയ്ക്ക് ഞങ്ങളുടെ ഒരു സാറ്, നിഖിൽ സാറ് ഇങ്ങനെ എന്നോട് പറഞ്ഞ് നിന്നെ കാണാൻ യമാലിൻ്റെ വിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് ആദ്യം വീഡിയോ എടുക്കാൻ നോക്കി, ഞാൻ പക്ഷേ നിന്നില്ല. പിന്നെ രണ്ടാമത് അവരൊന്ന് പറഞ്ഞ് ഞാനങ്ങനെ നിന്നിട്ട് അങ്ങനെ വീഡിയോ റീച്ച് ആയത്. അതായത് സ്പെയിനിൻ്റെ യാമിൻ ലമാലിനോട് എല്ലാം കൊണ്ടും രൂപസാദൃശ്യമുണ്ട്. ഹെയർ കട്ട്, പല്ലിന് ക്ലിപ്പ്, ചിരിക്കുന്ന രീതി. അപ്പം ഇത് ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട് മുമ്പ്? എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, വീട്ടുകാരും കൂട്ടുകാരും നാട്ടുകാരും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളത് വലിയ ഇതായിട്ട് എടുത്തില്ല, പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായിട്ട് വില. ഫുട്ബോൾ പ്ലെയറും കൂടിയാണ്. പ്രാക്ടീസ് തുടങ്ങിയിട്ട് ഞാൻ ഇവിടെ പണ്ട് മുതലേ ഇവിടെ കളിക്കുന്നത്. ഇത് SD3-ലാണ് പണ്ട് മുതലേ ഞാൻ കളിച്ചു വന്നിരുന്നത് ഗ്രൗണ്ട്. സ്പെയിനിൻ്റെ ലാമിൻ യമാൽ റൈറ്റ് വിങ് പ്ലെയറാണ്. അതായത് സ്പെയിൻ്റെ ഏറ്റവും അതായത് മുന്നേറ്റ നിരക്കാരും കൂടിയാണ്. അപ്പം ശരിക്കുമുള്ള കൊല്ലംകാരനായിട്ടുള്ള യാമിൻ ലമാലിൻ്റെ പൊസിഷൻ ഏതാണ്? സെൻറ്റർ ബാക്ക്. അപ്പോൾ ശരിക്കുള്ള പേരെന്താണ്? അലൻ ജെയിംസ്. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നത്? ഞാൻ 10th സ്റ്റാൻഡേർഡ്. പിന്നെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട്. അപ്പം ഇതൊക്കെ കൂടുതൽ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നു ഈ വൈറലായ കഥ? എല്ലാവരും ഇങ്ങനെ ഇടയ്ക്ക് മെസ്സേജ് അയക്കും, പക്ഷേ ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിന് എന്ത് പ്രശ്നം പറ്റി, മെസ്സേജ് അയക്കാൻ അങ്ങോട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. അറിഞ്ഞുകൂടാ, നോക്കണം. 30 ദിവസത്തേക്ക് ഇനി മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ല. വൈറലായതുകൊണ്ട് പെട്ടെന്ന് ഫോളോവേഴ്സ് കൂടിയുണ്ട്, അങ്ങനെ എന്തോ ഒരു പ്രശ്നം പറ്റി. ഇൻസ്റ്റഗ്രാമിൻ്റെ ആൾക്കാർക്കൊന്നും ഒരു മെയിൽ അയച്ചു കൊടുത്താൽ ചിലപ്പം ഒരു പരിഹരിച്ചു തരും. അതെ അതെ. എങ്ങനെയാണ് പിന്നെ പേരൻസ്, അച്ഛനും അമ്മയൊക്കെ ഇതിന്? എല്ലാവർക്കും സപ്പോർട്ടാണ്, പിന്നെ സന്തോഷമുണ്ട് അവർക്ക്, നന്നായിട്ട് പോകുന്നു. ഈ സ്കൂളിലൊക്കെ എങ്ങനെയാണ്? അതെ, സ്കൂളിൽ സ്ഥിരമായിട്ട് ഈ ഫുട്ബോൾ മാച്ചിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഞാനിപ്പോൾ സ്കൂൾ ടീമിലുണ്ട്. പോവായിരിക്കും, അങ്ങനെ ആഗ്രഹമാണ്, വിശ്വാസം. അതുതന്നെയാണ്. പിന്നെ ഈ കൊല്ലംകാരൻ യാമിൻ ലമാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഫുട്ബോൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അതോടൊപ്പം തന്നെ വീട്ടുകാരുടെ ശക്തമായ പിന്തുണയും യാമിൻ ലമാലിനുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് യാമിൻ ലമാലിൻ്റെ, അതായത് അലൻ ജെയിംസിൻ്റെ പാരൻസിനെയും അതോടൊപ്പം തന്നെ നാട്ടുകാരും ഇവിടെയുണ്ട്. നാട്ടുകാരൊക്കെ തന്നെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ മോൻ പെട്ടെന്നാണ് വൈറലായത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ആൾക്കാരാണ് അലൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ എങ്ങനെയാണ് ഈ ഒരു നിമിഷത്തെ എങ്ങനെയാണ് ഓർത്തത്? വളരെ സന്തോഷം. ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. സാറിനോടും ഇൻസ്പയറിലെ അധ്യാപകരോടും എല്ലാം, നിഖിൽ മനോഹർ സാറിനോടാണ് അതിയായ കടപ്പാട്. കേരളത്തിൻ്റെ ഒരു പുതിയ സ്ഥിതിയിൽ എന്താ വെച്ചാൽ പലപ്പോഴും പാരൻസ്, അതായത് പഠിത്തം കഴിഞ്ഞിട്ട് മതി കളി എന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും വീട്ടിൽ നിന്ന് അങ്ങനെ സമ്മർദ്ദം എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ? നിങ്ങൾ പഠിച്ചിട്ട് മതി കളി എന്നുള്ളത്? ഇല്ല, അങ്ങനെ വലിയ സ്ട്രിക്റ്റ് ഒന്നും വീട്ടിലില്ലെങ്കിലും ചില സമയങ്ങളിൽ എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ പറയും പഠിക്കണമെന്ന് പറയും, കളി കുറച്ചിട്ട് പഠിക്കാൻ പറയും. എത്രയുള്ളൂ, അല്ല വലുതായിട്ട് അങ്ങനെ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണമെന്നൊന്നും പറയത്തില്ല. അവർ ആവശ്യത്തിന് പഠിക്കും, കളിക്കാനും വരും. അലൻ ജെയിംസിൻ്റെ പിതാവ് കൂടി നമ്മളിപ്പം ചേരുന്നില്ല. എന്താണ് ഇപ്പോൾ മൊത്തത്തിൽ കഴിഞ്ഞ 2 ദിവസം ഓണപ്പരിപാടി എന്നല്ല, അതായത് മകൻ്റെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡായി നിൽക്കുന്നത്, അറിഞ്ഞിരുന്നോ? അതെ, അത് ഒരു ഭയങ്കര സന്തോഷമല്ലേ. സന്തോഷം എന്ന് പറഞ്ഞാൽ ഇന്നലെ തിരുവോണത്തിനൊന്നും ഇന്നലെയും ആൾക്കാർ ഉണ്ടായിരുന്നു, ഒരുപാട് പേര് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം അവരുൾപ്പെടെ ഞങ്ങളെല്ലാം ഫുഡ് കഴിച്ച് ഇന്ന് 2 മണിയോളമായി. ഇവരിവിടെ കളിക്കുന്ന സമയത്ത് ഇവരുടെ കുഞ്ഞു കുട്ടികളുണ്ട്. കുഞ്ഞു കുട്ടികളുടെ യമാലെ എന്നാണ് വിളിച്ച് നടക്കുന്നത്. ഇവിടെ യമാലെന്ന് നമ്മൾ സ്കൂളിൽ കൊണ്ടുവരുന്ന സമയത്തും ഞാനായിരിക്കും മിക്കവാറും കൊണ്ടുവരുന്നത്, ചിലപ്പോൾ എവിടെ കൊണ്ടുപോകും. അന്നേരം ആ സമയത്തും യമാലെ എന്ന് വിളിച്ചുകൊണ്ടാണ് അവന്മാർ പോകുന്നത്. നമുക്കിതിനെക്കുറിച്ച് വലിയൊരു ഇതെന്നില്ല. ഞാൻ ഫുട്ബോൾ കാണും, ഇത് ചെയ്യുമെന്നുള്ളതല്ലാതെ നമ്മൾ വലിയൊരു ഇത് കൊടുത്തിട്ടില്ല. എൻ്റെ അധ്യാപകൻ കൂടിയാണ് ഇൻസ്പയർ ട്യൂഷൻ സെൻ്ററിലെ. അപ്പം ക്ലാസ്സിൽ ഇരുന്ന കുട്ടികളും ഞങ്ങൾ അധ്യാപകരെല്ലാം ഇവനെ ക്ലാസ് കിട്ടുന്ന സമയത്ത് യമാലെന്ന് പറഞ്ഞാണ് കളിയാക്കുന്നത്. പക്ഷെ അതൊരു വീഡിയോയിൽ പകർത്തണം കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അതിനെ പിടിയായിരുന്നില്ല. പിന്നെ ഇൻസ്പയറിലെ ഓണാഘോഷത്തിനിടയിലാണ് അതിനൊരു അവസരം കിട്ടുന്നത്. അത് ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് അങ്ങനെ 13 സെക്കൻഡ് എടുത്തൊരു വീഡിയോ
ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴൊന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇത് ഇത്ര വലിയ റീച്ചിലേക്കാണ് പോകുന്നുള്ളത്. പിറ്റേന്ന് നോക്കുമ്പോൾ 11 മില്യണിലേക്ക് ഒറ്റയടിക്ക് കുതിച്ചു കയറുന്ന കാഴ്ച. അത് ഇൻ്റർനാഷണൽ ലെവലിൽ അറബി ഭാഷയിൽ വരെയാണ് വന്ന് കമൻറ്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മനസ്സിലായി ഇത് നിന്ന് കത്ത് എന്നുള്ള കാര്യത്തിൽ. ഒറിജിനൽ യാമിൻ ലമാൽ മെസ്സേജ് അയക്കും ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ ആ മെസ്സേജിനകത്ത് താഴെ വരുന്ന എല്ലാവരും ടാഗ് ചെയ്യുന്നത് ഒറിജിനൽ യമാലിനെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം ഒരു കമൻ്റ് ഇടും, അല്ലെങ്കിൽ ഇതിനൊരു പ്രതികരണം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥന അത് തന്നെയാണ്. മൊത്തത്തിൽ വൈറലായിപ്പോൾ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് കേരളം ഇൻസ്റ്റാഗ്രാം കത്തിച്ചു. ഇവന് വരുന്ന പോലെ തന്നെ മെസ്സേജ് നമുക്കും വരുന്നുണ്ട്. ഇവൻ്റെ എല്ലാവരും ചോദിക്കുന്നത് ഇവൻ്റെ വീട് എവിടെയാണ്, കോൺടാക്ട് നമ്പർ തരുമോ, ഒന്ന് കാണാനൊരു അവസരം തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു വലിയൊരു സൂപ്പർ സ്റ്റാറായിട്ട് മാറി. 12 സെക്കൻഡ് കൊണ്ട് ഒരു വലിയ ഫാൻ ബേസ് ഉണ്ടാക്കി. തീർച്ചയായിട്ടും ഇപ്പോൾ ഉദ്ഘാടനം വരെ കഴിഞ്ഞു. ഇന്നലെ ഉദ്ഘാടന ചടങ്ങും വിശിഷ്ട അതിഥിയായിട്ടൊക്കെ പങ്കെടുക്കുകയും ചെയ്തു. ഒരുപാട് സന്തോഷം, അതിലേറെ അഭിമാനം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുട്ബോൾ പ്ലെയർ ആരാണ്? മെസ്സി. പക്ഷേ ഈ കഴിഞ്ഞ ലോകകപ്പിൽ ഫൈനലിൽ തോറ്റു മെസ്സിയുടെ അർജന്റീന. തോറ്റ്. എങ്ങനെയാണ്, സങ്കടം ഉണ്ടായിരുന്നു? എല്ലാ വേൾഡ് കപ്പ് മാച്ചും കണ്ടിരുന്നോ? ഏറ്റവും ഇഷ്ടപ്പെട്ട മാച്ച് ഏതാണ്? സ്പെയിനും പിന്നെ പോർച്ചുഗലിൻ്റെ അത് ഇഷ്ടപ്പെട്ടാണ്. പക്ഷേ ഈ ലോകകപ്പ് കഴിഞ്ഞോട് കൂടിയിട്ട് ഒരു പുതിയൊരു താരത്തിൻ്റെ ഉദയം കണ്ടു. ലാമിൻ യമാൽ സ്പെയിനിൻ്റെ ഗോളടിച്ചു. അതായത് ഫൈനലിലെത്തിക്കുന്നതിൽ നിർണായക പങ്കുവച്ച ഒരാളാണ് യാമിൻ ലമാൽ. അപ്പം ലാമിൻ യമാലിൻ്റെ മാച്ചൊക്കെ കണ്ടിരുന്നോ? കണ്ടിരുന്നു. നല്ല കളിക്കാരനാണ്, ഇഷ്ടപ്പെട്ടൊരു പ്ലെയറും കൂടാണ്. മെസ്സി കഴിഞ്ഞാൽ അടുത്ത നമുക്ക് യമാൽ. കൊല്ലത്തിൻ്റെ യാമിൻ ലമാൽ സെൻറ്റർ ബാക്കാണ്, മറ്റേ യാമിൻ ലമാൽ റൈറ്റ് വിങ്. എങ്ങനെയാണ് ഒരു ഫോർവേഡായിരുന്നു കളിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പയ്യെ ബാക്കിലോട്ട് വന്നു. ഫിസിക്കലി കുറച്ച് ബാക്കിയിട്ടാണ്, അങ്ങനെ ബാക്ക് കയറി. അപ്പോൾ ഏതായാലും കൊല്ലത്ത് നിന്നൊരു യാമിൻ ലമാൽ ഉണ്ടാവും തന്നെയാണ് ഇവിടെയുള്ള നാട്ടുകാരും അതോടൊപ്പം തന്നെ അലൻ്റെ പിതാവുമൊക്കെ തന്നെ നമ്മളോട് സൂചിപ്പിച്ചിട്ടുള്ളത്. അതിനുള്ള എല്ലാ സഹായവും ഇവിടെ കോച്ചിൻ്റെ ഭാഗത്തു നിന്നും ഈ ഗ്രൗണ്ട് ഒരുക്കി കൊടുത്ത ആൾക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്നാണ് പറയുകയും ചെയ്തിട്ടുള്ളത്. ക്യാമറ പേഴ്സൺ ബിജു മടവൂരിനൊപ്പം മനൽ കാസേദ്, മീഡിയ 1 കൊല്ലം.